വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്സിലെ 4th ചാപ്റ്ററായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിനെ കുറിച്ചിട്ടാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൻ്റെ മറ്റൊരു പേരാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതിൻ്റെ ജനറൽ ഫോമാണ് ax² + bx + c = 0. ഇവിടെ എ മാത്രമല്ല ബിയും സിയും ഒന്നും 0 ആവാൻ പാടില്ല. ഇനി നമുക്ക് കുറച്ച് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ 1 added to the product of 2 consecutive even numbers gives 289. What are the numbers? ഇവിടെ 2 കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞത് അടുത്തടുത്ത് കിടക്കുന്ന 2 ഈവൺ നമ്പർ. ആ 2 ഈവൺ നമ്പർ ഇൻറ്റു ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സംഖ്യ കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഇൻറ്റു ചെയ്യുന്ന ഈവൺ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഈവൺ നമ്പേഴ്സ് എന്ന് പറയുന്നത് 2, 4, 6, 8 അങ്ങനെ പറഞ്ഞത്. അങ്ങനെയാണ് ഈ സംഭവം പോകുന്നത്. 2ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. 4ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 6, 6ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 8. അപ്പോൾ ഫസ്റ്റ് കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പർ നമ്മൾ എക്സ് ആക്കി എടുത്തു. രണ്ടാമത്തെ കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പർ നമ്മൾ എക്സ് + 2 ആയിട്ടെടുത്തു. ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് ഇവ തമ്മിൽ ഇൻറ്റു ചെയ്യാം. ഇൻറ്റു ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ കൂടെ ബ്രാക്കറ്റിൽ എക്സ് + 2. ഇനി അതിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യണം. അതിവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 289 എന്ന് പറഞ്ഞ നമ്പർ കിട്ടും. ഇനി നമ്മൾ ഇതിനെ ചെയ്യുമ്പോൾ എക്സിനെ ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ x² + 2x + 1 = 289 എന്ന് കിട്ടും. ഇതും a + b എന്ന് പറഞ്ഞ ഫോർമുലയിലാണ് വരുന്നത്. a + b ² = a² + 2ab + b². ഈ ഒരു ഫോർമാറ്റിലാണ് ഈ സംഭവം കിടക്കുന്നത്. അപ്പോൾ a + bക്ക് പകരം നമ്മൾ x + 1 ² ചെയ്യാം. അതായത് x + 1 ² = 289 എന്ന് കിട്ടി. ഇനി ഈ സ്ക്വയർ കളയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം x + 1 289 റൂട്ടിൻ്റെ ഉള്ളിലാക്കിയാൽ മതി. അപ്പോൾ x + 1 എന്ന് പറയുന്നത് 17 ആണ്. 17 × 17 ആണ് 289 വരുന്നത്. അപ്പോൾ x + 1 17 ആയാൽ x എന്ന് പറയുന്നത് 1ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -1 ആയിട്ട് മാറും. അപ്പോൾ x എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ ഒരു കോൺസിക്യൂട്ടീവ് നമ്പർ x ആ നമ്മൾ പറഞ്ഞു, അത് 16 ആണെന്ന് കിട്ടി. അത്ര കോൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറയുന്നത് x + 2 ആണ്. അതായത് 16 + 2 അതായത് 18. അപ്പോൾ 16ഉം 18ഉമാണ് ഇവിടുത്തെ കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പർ എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ വാസ് റെഡ്യൂസ്ഡ് ബൈ 2 മീറ്റർ. ഒരു സ്ക്വയറിൻ്റെ ഈച്ച് സൈഡ് 2 മീറ്റർ കുറഞ്ഞു. ദ ഏരിയ ബിക്കം, അതായത് 2 മീറ്റർ കുറഞ്ഞപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 49 സ്ക്വയർ മീറ്ററായി. അപ്പോൾ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ, അതായത് കുറയാത്ത സ്ക്വയർ ഉണ്ടല്ലോ, 2 മീറ്റർ കുറയാത്ത ഒറിജിനൽ സ്ക്വയറിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ മെയിനായിട്ട് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, പെരിമീറ്റർ, അതുപോലെ തന്നെ സ്ക്വയറിൻ്റെ ഏരിയ, പെരിമീറ്റർ, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കറിയാം സ്ക്വയറിൻ്റെ സൈഡൊന്നും നമുക്കിവിടെ തന്നിട്ടില്ല. സൈഡ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എക്സ് വെച്ചിട്ടോ എ വെച്ചിട്ടോ ഒക്കെ നമുക്ക് എഴുതാം. ഇപ്പോൾ നമ്മളിവിടെ സ്ക്വയറിൻ്റെ സൈഡ്, അതായത് ഒറിജിനൽ സ്ക്വയറിൻ്റെ സൈഡ്, ഒറിജിനൽ സ്ക്വയർ സൈഡ് എന്ന് പറയുന്നത് എക്സ് ആക്കി എടുത്തു. അപ്പോൾ കുറഞ്ഞതിന് ശേഷം റെഡ്യൂസ് ചെയ്തത് എത്രയാണ്? റെഡ്യൂസ് ചെയ്തപ്പോൾ ഇത് x - 2 ആയിട്ട് മാറി. അപ്പോൾ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് 49 സ്ക്വയർ മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഈ 49 വെച്ചിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതായത് ഏരിയ ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. നമുക്കറിയാം ഏരിയ ഓഫ് സ്ക്വയർ എന്താണ് അതിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. x² ഓർ a² എന്ത് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഇവിടെ x - 2 ² ഇപ്പോൾ അവിടുത്തെ ലെങ്ത്ത് 2 മീറ്റർ വെച്ചിട്ട് കുറഞ്ഞു. അപ്പോൾ സൈഡിൻ്റെ ലെങ്ത്ത്, അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 49 ആയിട്ട് മാറി എന്ന് നമ്മളോട് പറഞ്ഞു. ഇനി ഇവ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഈ സ്ക്വയർ കളയാൻ നമ്മൾ എന്ത് ചെയ്യണം? x - 2ൻ്റെ അവിടെ സ്ക്വയർ കളഞ്ഞിട്ട് 49ൻ്റെ അവിടെ റൂട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് സ്ക്വയർ കളയുക. x - 2 സ്ക്വയർ എങ്ങനെ കളയും? x - 2 = 49ൻ്റെ അവിടെ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് റൂട്ട് ഇട്ട് കൊടുക്കണം. ഇനി എന്ത് വേണം? x - 2 =
√49 എന്ന് പറയുന്നത് 7 ആണ് കിട്ടി. സോ എക്സ് ഈസ് ഈക്വൽ ടു 7 + 2 എത്ര കിട്ടും? 9. അതായത് ഒറിജിനൽ സ്ക്വയറിൻ്റെ സൈഡ് ഇവിടെ എക്സ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ എക്സ് തന്നെയാണ് ഇവിടെയും കിട്ടിയത്, 9 എന്ന് കിട്ടി. ഇനി കുറഞ്ഞതിന് ശേഷമുള്ള ഈ ഒരു സംഭവം ഇവിടെ ചോദിച്ചിട്ടില്ല. ഒറിജിനൽ സ്ക്വയറിൻ്റെ സൈഡ് എക്സ് കണ്ടുപിടിക്കാനേ ചോദിച്ചിട്ടുള്ളൂ. അത് ആൻസർ 9 ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. വൺ സൈഡ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 2 മീറ്റർ ലോങ്ങർ ദാൻ ദ അതർ സൈഡ്. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ലെങ്ത് ബ്രെഡ്ത്ത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു സൈഡ് എന്ന് പറഞ്ഞത് മറ്റേ സൈഡിനേക്കാളും 2 മീറ്റർ കൂടുതലാണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 224 സ്ക്വയർ മീറ്റർ. അങ്ങനെയെങ്കിൽ ലെങ്ത് ഓഫ് ദ സൈഡ്സ് കണ്ടുപിടിക്കാം. നമുക്കറിയാം റെക്റ്റാങ്കിളിന് ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടാവും. ഒന്ന് ഷോർട്ടർ ആയിരിക്കും, ഒന്ന് ലോങ്ങർ സൈഡ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ രണ്ട് സൈഡിൻ്റെയും ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു സൈഡ്, ഇപ്പോൾ നമുക്ക് ഷോർട്ടർ സൈഡ് എന്ന് പറയുന്നത് ഷോർട്ടർ സൈഡും ഉണ്ടായിരിക്കും, ലോങ്ങർ സൈഡും ഉണ്ടായിരിക്കും. ഈ ഷോർട്ടർ സൈഡിനെ നമ്മൾ എക്സ് എന്നും ലോങ്ങർ സൈഡിനെ x+2, അതായത് 1 അടുത്തതിനേക്കാളും 2 മീറ്റർ കൂടുതലാണെന്ന് തന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 1 എക്സും 1 x+2 ആണെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മൾ ഏരിയ ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. നമുക്കറിയാം ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഒരെണ്ണത്തിനെ ലെങ്ത് ആക്കിയിട്ടും ഒരെണ്ണത്തിനെ ബ്രെഡ്ത്ത് ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ എക്സ് ഇൻറ്റു x+2 എന്ന് പറഞ്ഞത് ഇക്വേറ്റ് ചെയ്യേണ്ടത്, നമുക്കിവിടെ ഏരിയ തന്നിട്ടുണ്ട് 224 എന്ന് ഏരിയ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കി x² + 2x = 224. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും 1 ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് x² + 2x + 1 = 224 + 1. എന്ത് ആൻസർ കിട്ടും? x² + 2x + 1 = 225. അതായത് 225 എന്ന് പറഞ്ഞത് 15ൻ്റെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അത് 15 × 15 ചെയ്യുമ്പോഴാണ് നമുക്ക് 225 കിട്ടുക. 225ലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 1 ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി എന്ത്? x² + 2x + 1. നമുക്കറിയാം a+b² ഫോർമുലയാണ് ഈ കിടക്കുന്നത്. അതായത് a² + 2ab + b² എന്ന് പറഞ്ഞ ആ ഒരു ഫോമിലാണ് ഇതിവിടെ കിടക്കുന്നത്. അപ്പോൾ a+b² ഫോമിൽ ഇത് ചെയ്യുമ്പോൾ x+1² = 225 എന്ന് കിട്ടും. അപ്പോൾ x+1² = 225. സ്ക്വയർ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? x+1 = √225. അപ്പോൾ x+1 √225 എന്ന് പറയുന്നത് 15 ആണ്. x+1 = 15 എന്ന് കിട്ടി. ഇനി 1നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ x = 15 - 1 എന്ന് പറയുന്നത് 14. x എന്ന് പറയുന്നത് 14 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്കറിയാം ലോങ്ങർ സൈഡും ഉണ്ട്, ഷോർട്ടർ സൈഡും ഉണ്ട്. നമ്മൾ ഷോർട്ടർ സൈഡിനെ എന്താക്കി എടുത്തു? എക്സ് ആക്കി എടുത്തു. അതാണ് ഈ 14 എന്ന് പറയുന്നത്. എന്നാൽ ലോങ്ങർ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? x+2, അതായത് 14 + 2 = 16 എന്ന് ആൻസർ കിട്ടും. പിന്നെ ഒരു കാര്യം, ഇവിടെ x = 14 മീറ്റർ, രണ്ടും 16 ആയാലും 14 ആയാലും മീറ്റർ എന്ന് എഴുതണം. അതായത് ലോങ്ങർ സൈഡായാലും ഷോർട്ടർ സൈഡായാലും റെക്റ്റാങ്കിളിൽ മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.